ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ചേന, കൈപ്പയ്ക്ക, പയർ, ക്യാരറ്റ്, കുമ്പളങ്ങ, പച്ചക്കായ, മുരിങ്ങക്കായ, പിന്നെ കരിവേപ്പില, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി. ഇനി നമുക്ക് കുതിർത്ത് വെച്ച പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. 2 വിസിലായതിനു ശേഷം പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേന, മുരിങ്ങക്കായ, പച്ചക്കായ, കുമ്പളം, ക്യാരറ്റ്, പയർ, കൈപ്പക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പിലയും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓഫാക്കാം. പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പുളിവെള്ളം തയ്യാറാക്കാം. പിന്നെ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വഴുതനങ്ങയും തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും വഴുതനങ്ങയും നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് പിന്നെ വറവിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉണക്കമുളക്, 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം ഞാനിവിടെ മല്ലിയില ചേർക്കുന്നുണ്ട്, ആഫ്രിക്കൻ മല്ലിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. നാളെ കാണാം. ബൈ.